ഒരു പാനിലേക്ക് 1 കപ്പോളം പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 സ്ലൈസ് ബ്രെഡ്, ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളത്തിൽ ഈ ബ്രെഡൊക്കെ നന്നായിട്ട് ഒന്ന് അമർത്തി ഒന്ന് മുക്കിയെടുക്കാം. ഇനി അത് അടുപ്പത്തേക്ക് വെക്കാം. നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി ആ വെള്ളമൊക്കെ വറ്റുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും 1 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് ചെറുതായിട്ട് ആ പാലൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇത് ഫ്ലെയിം ഓഫാക്കി നമുക്ക് അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂണോളം റവ ചേർത്ത് ഒന്ന് വാർത്തെടുക്കാം. ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് കുറുക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പോളം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പൊ ദാണ്ടേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം നെയ്യുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. ദാണ്ടെ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. ഇങ്ങനെ തന്നെ കഴിക്കാം ട്ടോ. അപ്പൊ എങ്ങനെയാ? ട്രൈ ആക്കല്ലേ?